ചുമ്മാ ഒന്ന് കോളേജിൽ വെച്ച് എല്ലാവരും കൂടെ കളിയാക്കി വിട്ടു. എന്നാൽ പിന്നീട് അവൻ്റെ ചേട്ടൻ അവരെല്ലാം ഒരു പാർട്ടിക്ക് വിളിച്ച് ഭക്ഷണവും തന്നിട്ട് ഏറ്റവും അവസാനം ടോർച്ചർ ചെയ്ത് പകരം വീട്ടിയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ 2012 ഇറങ്ങിയ ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സിനിമ ആയിരിക്കുമ്പോൾ തന്നെ ഒരാൾ ഒരു പാർട്ടിയിലേക്ക് നടന്നു പോകുന്ന കാണിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയിലുള്ളവരെന്ന് വെച്ചാൽ ക്രിസും പിന്നെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഏമ, അതുപോലെ തന്നെ എലനൂറിൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള പോൾ, പിന്നെ സിംഗിളായിട്ട് നടക്കുന്ന വെച്ചിട്ടുണ്ട് ലൂക്ക്. അപ്പോൾ ഈ കൂട്ടത്തിൽ ലൂക്കാണ് ഈ പാർട്ടികളിലേക്കൊക്കെ ഡ്രഗ്സ് കൊണ്ടുവരുന്നതും കൂട്ടുകാർക്ക് സപ്ലൈ ചെയ്യുന്നതും. അങ്ങനെ ആ പാർട്ടിയിലേക്ക് അടുത്തായിട്ട് വരുന്നതാണ് സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഫെലിക്സ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ എമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുക, കാരണം ഇവൻ എമ്മയോടൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ലൂക്ക് വന്നിട്ട് ഫെലിക്സിനെ ഒന്ന് മോപ്പിച്ച് വിടും, അവളെ പോയി പ്രപ്പോസ് ചെയ്യാനൊക്കെ പറഞ്ഞ്. ഇതേ സമയത്താണെങ്കിൽ എലനൂറും പോളും കൂടെ പ്രൈവറ്റ് റൂമിൽ അവർ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുമായിരുന്നു. പക്ഷേ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അവൻ നല്ല ഡ്രഗ്സ് അടിച്ചുകൊണ്ട് അവൻ്റെ ബോധം പോകും. ഇതേ സമയം പാർട്ടിയിലാണെങ്കിൽ ലൂക്കിൻ്റെ ഒക്കെ മോട്ടിവേഷൻ കേട്ട് ഫെലിക്സ് നേരെ ചെന്ന് ഗെമനെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ ഗെമ അന്നേരം തന്നെ പറയും ഗെമ ക്രിസ്തുവായിട്ട് റിലേഷൻഷിപ്പിലാണല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എലനൂർ മോളിൽ നിന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് എലനൂർ എല്ലാവരെയും ട്രൂത്ത് ഓർ ഡെയർ എന്നുള്ള ഗെയിം കളിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അങ്ങനെ അവർ കളിച്ചു തുടങ്ങും. അപ്പം അങ്ങനെ ഫെലിക്സിൻ്റെ ടേൺ വരുമ്പോഴത്തേക്കിനും എലനൂർ നൈസായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വെക്കാൻ വേണ്ടി ഒരു ഫ്രീ ടിക്കറ്റ് തന്നാൽ ഇവിടെ ഇരിക്കുന്ന ഏത് പെണ്ണിനെ ചൂസ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫെലിക്സ് അപ്പം തന്നെ ഗെമയുടെ പേര് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്രിസ്ത്യൻ എന്തോ പോലാവും. അവൻ ആദ്യം അതിങ്ങനെ മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കും. പക്ഷേ ഇച്ചിരി കഴിഞ്ഞാണ് അവർ സ്റ്റേജിലോട്ട് നിന്ന് അവിടേക്ക് ഫണ്ണായിട്ട് ഇങ്ങനെ ഓരോരുത്തവരെ വിളിക്കും. അപ്പോഴത്തേക്കിനും അവൻ ഫെലിക്സിനെ വിളിക്കും, അങ്ങോട്ട് വരാൻ പറയും. അവിടെ വെച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ ശേഷം ഫെലിക്സിൻ്റെ കയറി ഇടിക്കും. അങ്ങനെ അവിടെ ഒരു ഉടക്കാകുമ്പോഴത്തേക്കിന് ഫെലിക്സ് അപ്പം തന്നെ കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഉടനെ തന്നെ ഗെമ വന്ന് ക്രിസ്ത്യനോട് ചൂടാവും. അത് കഴിഞ്ഞ് ഗെമ ഫെലിക്സിനെ സമാധാനിപ്പിക്കാനായിട്ട് വെളിയിലേക്ക് പോകുന്ന കാണിക്കും. ഫെലിക്സ് ആണെങ്കിൽ അവിടെ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവൾ അവൻ്റെ അടുത്തോട് ചെല്ലുന്ന കാണിക്കും. പിന്നീട് സിനിമ പോകുന്ന 2-3 മാസം കഴിഞ്ഞുള്ള സംഭവത്തിലേക്കാണ്. ഇപ്പോഴാണ് ഈ ക്രിസ്ത്യലും കൂടെ ഫെലിക്സിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എലനൂറും പോളും ഗെമയും കൂടെ ഇതേപോലെ തന്നെ ഫെലിക്സിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അവർ പിന്നെയാണ് അറിഞ്ഞത് ഫെലിക്സ് ഒരു വെൽത്തി ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എലനൂറിന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ എലനൂറിൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് കടം കയറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഫെലിക്സുമായിട്ടൊരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ അത് ഗുണമാകും നമ്മൾക്കറിയായിരുന്നു. അതുപോലെ തന്നെ ഒരു കാറിൽ പോകുമ്പോഴത്തേക്കിനും ക്രിസിൻ്റെയും ഗെമയുടെയും ബ്രേക്കപ്പിനെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവർ തമ്മിൽ അത്ര സെറ്റായി പോയില്ല. അന്നായിരുന്നു അവൾക്ക് ക്രിസ് അത്രയും അഗ്രസീവായിട്ടുള്ള ആളാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ അന്ന് ബ്രേക്കപ്പായി. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഫെലിക്സിൻ്റെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടൊരു വൃദ്ധം വരുന്നതും. പുള്ളി വന്നിട്ട് ഇവരോട് പറയും, ഇവിടെ നേർച്ച് 800 അടി നടന്നാലേ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ, അത് കാട്ടിക്കൂടെ നടക്കണമെന്ന്. അവൻ്റെ നടക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഫുൾ ചെളി നിറഞ്ഞ വഴിയായിരുന്നു. അങ്ങനെ വലിയൊരു ചേറിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കിനും എലനൂർ അവളുടെ ചെരുപ്പ് ഉരുവിട്ട് പോളിനോട് എടുത്തുകൊണ്ട് പോകാൻ പറയും. കാരണം അവളുടെ എക്സ്പെൻസീവ് ചെരുപ്പായിരുന്നു, അത് ചെടിയാക്കാൻ അവൾക്കൊരു മടിയായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടെ കറക്റ്റ് ആ കോട്ടേജിൽ ചെല്ലും. കോട്ടേജിൻ്റെ അവിടെ ആണെങ്കിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് നിൽപ്പുണ്ട്. അവനപ്പം ഫെലിക്സിൻ്റെ മൂത്ത ചേട്ടനാണെന്ന് പറഞ്ഞ് അവരെല്ലാം പരിചയപ്പെടും. അങ്ങനെ ആ റൂമിൽ കയറി കഴിയുമ്പോഴാണ് ജസ്റ്റിൻ അവരോട് പറയുന്നത്, ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് ഫെലിക്സിന് ഇവിടെ എത്താൻ പറ്റിയില്ല, അവൻ വരുന്നതിന് താമസമുണ്ട്, അതുകൊണ്ട് നമുക്ക് പതിയ പാർട്ടി ആഘോഷിച്ചേക്കാമെന്ന് പറയും. അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങും. ജസ്റ്റിനാണെങ്കിൽ അവർക്ക് വേണ്ടത്ര ഫുഡും കള്ളും അതുപോലെ തന്നെ ഏറ്റവും അവസാനം കഞ്ചാവ് വരെ കൊടുത്ത് അവരെല്ലായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാവും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ജസ്റ്റിൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു പട്ടാളക്കാരനായിരുന്നു, അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് കാലമായില്ലെന്നും. അങ്ങനെ തമാശ എല്ലാം പറഞ്ഞിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ജസ്റ്റിൻ കാര്യത്തിലേക്ക് കിടക്കുന്നത്. അവനെല്ലാവരോടും ചോദിക്കും, ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ എന്ന്. അങ്ങനെ ഒരു ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ കുപ്പി കറക്കി തുടങ്ങും. ആദ്യം കുപ്പി വരുന്നത് ഗെമയുടെ നേരെയായിരുന്നു. അപ്പോൾ തന്നെ ക്രിസ് ഗെമയോട് ചോദിക്കും, വീണ്ടും അവൻ്റെ ഗേൾ ഫ്രണ്ട് ആകാമെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ഗെമ റിജക്റ്റ് ചെയ്യും എല്ലാവരുടെയും മുമ്പ് വെച്ച്. അങ്ങനെ രണ്ടാമത് കുപ്പി കറക്കുമ്പോഴത്തേക്കും അത് എലനൂറിന് നേരെ ചെല്ലും. ഉടനെ എല്ലാവരും പറയും എലനൂറിനോട് ഗെമേനെ കിസ് അടിക്കാൻ പറയും. അവരെല്ലാം മുമ്പ് വെച്ച് അങ്ങനെ അവർ തമ്മിൽ കിസ് അടിക്കും. അങ്ങനെ മൂന്നാമത് കുപ്പി കറക്കുമ്പോഴത്തേക്കിനും 6 നേരെ വരുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റിൻ സ്വയമായിട്ട് അവൻ്റെ നേരെ കുപ്പി വെക്കും. എന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊന്ന് ഉത്തരം പറഞ്ഞു തുടങ്ങും. അങ്ങനെ അവൻ അവരോടെല്ലാം പറയും, ഫെലിക്സിന് ഒരു ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല, കാരണം ഫെലിക്സ് ജീവനോടെ ഇല്ല, അവൻ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് കെട്ടി തൂങ്ങി നിന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കും, അവൻ തമാശ പറഞ്ഞ പോലെ ആണെന്ന്. പക്ഷേ അവൻ വീണ്ടും പറഞ്ഞു കൊടുക്കും, തമാശയല്ല, അവൻ നേരത്തെ മരിച്ചിരുന്നെന്ന്. ജസ്റ്റിൻ അഫ്ഗാനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് അവൻ്റെ അനിയൻ്റെ ആ മെൻ്റൽ സ്റ്റേറ്റ് അവൻ കണ്ടതെന്ന്. അപ്പോൾ പോൾ ചോദിക്കും, ഫെലിക്സ് മരിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ ഇവരെല്ലാവരും വിളിച്ചു വരുത്തിയതെന്ന്. അപ്പോഴത്തേക്കിന് ജസ്റ്റിൻ പറയും അവനെ സത്യം അറിയണമെന്ന്, എന്തുകൊണ്ടാണ് അവൻ്റെ അനിയൻ മരിച്ചതെന്ന്. കാരണം അവൻ പറയും അവൻ ഉറപ്പാണ് ഇതിൻ്റെ എല്ലാം കാരണം തുടങ്ങി വെച്ചേക്കുന്നത് അന്നത്തെ ആ പാർട്ടിയിൽ വെച്ചാന്ന്. അത് കഴിഞ്ഞ് അവന് വന്നൊരു പോസ്റ്റ് കാർഡും കാണിക്കും. എന്നിട്ട് ഇതിൽ ആരയച്ചെന്ന് ചോദിക്കും.
അപ്പോൾ ഇവർക്കൊന്നും അറിയാതിരിക്കും. അന്നേരം തന്നെ ക്രിസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങും, എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട്. പക്ഷേ ജസ്റ്റിൻ അവനെ തടയും. ക്രിസ് കയറി അവനെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റിൻ അവനെ ഇടിച്ചിടും, കാരണം അവൻ ഓൾറെഡി മിലിറ്ററി ആയതുകൊണ്ട്. അന്നേരമാണ് എലനൂർ ബോട്ടിലെടുത്ത് ജസ്റ്റിനെ തന്നെ വരുന്നത്. ഒറ്റയടിക്ക് എലനൂറും താഴെ വീഴും. അത് കഴിഞ്ഞ് ജസ്റ്റ് നേരെ ഒരു ഗണ്ണെടുത്ത് പോളിൻ്റെ കാലിലേക്ക് വെടിവെക്കും. എന്നിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തും, എല്ലാവരും അവിടെ തന്നെ നിൽക്കാൻ പറയും. എന്നിട്ട് അവൻ ലൂക്കിനോട് പറയും അവരുടെ എല്ലാം അവിടെ ചെയർ എടുത്തിടുന്നുണ്ട്, ഓരോരുത്തവരെയായിട്ട് ചെയറിലോട്ട് ഇരുതാൻ പറയും. അപ്പോഴാണ് പെട്ടെന്ന് പോൾ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുന്നത്. ജസ്റ്റിനൊന്നും നോക്കിയില്ല, പോളിൻ്റെ വിരൽ അവിടെ വെടിവെച്ചിടും. എന്നിട്ട് ലൂക്കിനോട് പറയും അവരുടെ എല്ലാ കാർ കീയും ഫോണും എല്ലാം മേടിച്ച് അവിടുത്തെ ഒരു ടൂൾ ബോക്സ് ഉണ്ട് അവിടെ ചെന്ന് വെക്കാൻ. ലൂക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അതിൻ്റെ ഗ്രനേഡും കൂടുതൽ മിക്ക ഗൺസും ഇരിക്കുന്ന ഒരു ടൂൾ ബോക്സാണ്. അവനെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ട് പോരും. അങ്ങനെ ലൂക്കും ജസ്റ്റിനും കൂടി എല്ലാവരും ഓരോ കസേരയിലായിട്ട് കെട്ടി വട്ടത്തിയിരുത്തും. അതിനുശേഷം ജസ്റ്റിൻ എല്ലാവരോടും പറയും എല്ലാവർക്കും സമയം തരാം, ഒന്നെങ്കിൽ അത് അയച്ചത് ആരാന്ന് സമ്മതിക്കുക, ഇല്ലെങ്കിൽ ഓരോരുത്തവരായിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന്. അതിനുശേഷം ജസ്റ്റിൻ ലൂക്കിനെയും വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് ജസ്റ്റിൻ ലൂക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യും, നീ തന്നെയാണോ അയച്ചതെന്ന്. അപ്പോഴത്തേക്കും ലൂക്ക് പറയും അവനങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല, പോസ്റ്റ് കാർഡൊന്നും അയച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫെലിക്സിനെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. ഗമനെ പ്രപ്പോസ് ചെയ്യാൻ കോൺഫിഡൻസ് കൊടുത്താൽ മാത്രമേ അവനന്ന് ചെയ്തിട്ടുള്ളതെന്ന്. ഇതേ സമയം ക്യാബിൻ്റെ അകത്താണ് അവർ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ എല്ലാവരും ഒരുമിച്ച് ക്രിസ്സിനെയാണ് കുറ്റപ്പെടുത്തിയത്, കാരണം ക്രിസ്സാണല്ലോ അന്ന് ഫെലിക്സിനെ തല്ലിയത്. അപ്പോൾ ഇതേ സമയം പോൾ ഗമയോട് പറയും കസേര പതിയെ പുറകോട്ട് നീക്കി അവിടുത്തെ ട്രോയിൽ നിന്നൊരു സാധനം എടുക്കാൻ പറയും. അങ്ങനെ ഗമ പുറകോട്ട് ചാടി കസേര നീക്കുമ്പോഴാണ് അവൾ താഴോട്ട് വീഴുന്നത്. ആ ഒച്ച കേട്ട് ജസ്റ്റിൻ ഓടി അകത്തേക്ക് വരും. അങ്ങനെ അവിടെ ചെന്ന് ജസ്റ്റിൻ അവരോട് പറയും സത്യം പറയാതെ ഇവിടുന്ന് ആർക്കും വെളിയിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറയും. അതിനുശേഷം ഗമ എഴുന്നേപ്പിച്ചിട്ട് ഗമയോട് ചോദിക്കാൻ സത്യം പറയാൻ പറയും. ഗമ അതിനെപ്പറ്റി അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് അവളെ കർണക്കുറ്റി നോക്കി അവനോർമ്മ കൊടുക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഗമ ഉടനെ ക്രിസ്സിൻ്റെ തലയ്ക്ക് വെക്കും, ക്രിസ് ആയിരിക്കാനാണ് ചാൻസ് എന്ന് പറയും. ഉടനെ ക്രിസ്സിനോട് പോയി ചോദിക്കുമ്പോഴത്തേക്കും ക്രിസ് പറയും ആ പോസ്റ്റ് കാർഡ് വന്ന ഡേറ്റ് പറയാൻ. ഉടനെ ഇവൻ പറയും സെപ്റ്റംബർ 7 ലണ്ടനിൽ നിന്നാണ് വന്നതെന്ന്. അപ്പോഴത്തേക്കിനും ക്രിസ് പറയും സെപ്റ്റംബർ സമയത്ത് അവൻ സ്പെയിനിലായിരുന്നു. ഉടനെ തന്നെ എലനൂറിനൊരു ഡൗട്ട് തോന്നും, സ്പെയിനിലായിരുന്നെങ്കിൽ പോലും ഇവൻ മറ്റാരെങ്കിലും കൊണ്ട് അത് എഴുതിപ്പിച്ചാണോ എന്ന്. അങ്ങനെ ജസ്റ്റിൻ പറയും എന്തായാലും ട്രൂത്ത് ഓർ ഡെയർ എന്നാൽ കളിച്ചേക്കാണ്. അങ്ങനെ ജസ്റ്റിൻ അകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അവൻ ഗമേനെ നിലത്ത് കിടത്തിയിട്ട് അവളുടെ വായിലേക്ക് അത് കുത്തിക്കയറ്റും. എന്നിട്ട് ക്രിസ്സിനോട് പറയും ഇപ്പം ക്രിസ്സാണ് ചൂസ് ചെയ്യേണ്ടത്, ഇതിലേത് ടാപ്പ് തുറക്കണമെന്ന്. കാരണം ഒരു ടാപ്പ് ഈ ബാറ്ററി ആസിഡ് മറ്റേത് വാട്ടറുവാണ്. ഉടനെ തന്നെ ചൂസ് ചെയ്യാൻ പറയും, ഇല്ല അവൻ തന്നെ ചൂസ് ചെയ്യുമെന്ന് പറയും. പക്ഷേ ക്രിസ് അതി മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ജസ്റ്റിൻ പറയും എന്നാൽ പിന്നെ ബാറ്ററി ആസിഡുള്ള അവൻ തന്നെ തുറക്കാൻ തുടങ്ങും. ക്രിസ് ചാടിക്കയറി ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യും. ഉടനെ തന്നെ ജസ്റ്റിൻ പോയി തുറക്കും. എല്ലാവരും പേടിച്ചിരിക്കും, അതിൽ നിന്ന് വെള്ളമാണോ ആസിഡാണോ വരുന്നതെന്ന് അറിയാതെ. പക്ഷേ ഭാഗ്യം കൊണ്ട് അത് വെള്ളം തന്നെയായിരുന്നു. അങ്ങനെ ഗമയുടെ വായിലേക്ക് ആ വെള്ളം കയറി അവൾ കിടന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങും. പക്ഷേ അവൾ മരിക്കുന്നതിന് മുന്നേ തന്നെ ജസ്റ്റിൻ അവളെ എഴുന്നേൽപ്പിക്കും. രണ്ടാമത് ജസ്റ്റിൻ്റെ ടൈം വന്നു. ജസ്റ്റിനായിരുന്നു ഈ പ്രശ്നം ട്രൂത്ത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഗമ ജസ്റ്റിനോട് ചോദിക്കും പാർട്ടിയിൽ അത്രയും പേരുണ്ടായിട്ട് ഇവരെ മാത്രമേ ഞാൻ ചൂസ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും ജസ്റ്റിൻ പറയും ഇവരുടെ ഫോട്ടോയാണ് സെലിഫിൻ്റെ റൂമിൽ കണ്ടത്, അതുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് പറയും. അങ്ങനെ ജസ്റ്റിനടുത്ത് എലനൂറിനോട് ഒരു ട്രൂത്ത് ഓർ ഡെയർ പറയും. ഈ പ്രാവശ്യം എലനൂറിൻ്റെ ചാൻസ് ആണെന്നും ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാനും പറയും കൂട്ടത്തിനും. അങ്ങനെ എലനൂർ ക്രിസിനെ ചൂസ് ചെയ്യും. അപ്പം തന്നെ ജസ്റ്റിൻ ആ നേരത്തെ ഉപയോഗിച്ച് അതേ ബോട്ടിൽ പോയിട്ട് വരും. അപ്പോഴത്തേക്കിനും ക്രിസ് തുറന്ന് സമ്മതിക്കും, അവൻ തന്നെയായിരുന്നു അത് അയച്ചതെന്ന് പറയും. അപ്പോൾ ജസ്റ്റിൻ പറയും സമയം ഒരുപാട് കഴിഞ്ഞു പോയി, നിൻ്റെ സമയം കഴിഞ്ഞു, എന്തായാലും നീ ടോർച്ചർ അനുഭവിക്കേണ്ടി വരുന്നു. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പോള് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് പറയും നിൻ്റെ അനിയൻ വെറും ഒരു തോൽവിയായിരുന്നു എന്നൊക്കെ പറയും. അതിന് കാരണമായിട്ട് പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോളും എലനോറും കൂടെ പ്രൈവറ്റ് റൂമിൽ അവരുടേതായിട്ടുള്ള നിമിഷത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഫെലിക്സ് അവിടെ വന്ന് പെട്ടെന്ന് ഒളിഞ്ഞു നോക്കിയ പോലെ ആ സൈഡിൽ നിന്നതിനെപ്പറ്റി പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജസ്റ്റിന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. എന്നിട്ട് പോളിനോട് പറയും ഈ 2 സ്റ്റാപ്പിൽ നിന്ന് ഓർണം ചൂസ് ചെയ്യാൻ പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ പോൾ കഴിഞ്ഞ പ്രാവശ്യം ചൂസ് ചെയ്ത് അതേ സാധനം ചൂസ് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം അവൻ മാറ്റിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ അകത്തെ ആസിഡ് വീണ് ക്രിസ് അവിടെ തന്നെ മരിച്ചു വീഴും. അപ്പോൾ ഈ സമയത്താണ് ക്യാമ്പിലേക്ക് ജോൺസി എന്ന് പറഞ്ഞ ലൂക്കിൻ്റെ വേറൊരു കൂട്ടുകാരൻ വരുന്നത്. അവൻ വന്നെന്നറിയുമ്പോൾ തന്നെ ജസ്റ്റിൻ ലൂക്കിനോട് വേറെ അവനെ ഓടിച്ചു വിടാൻ പറയും. കാരണം ഇത് ലൂക്കിന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ജോൺസിനെയും കൂടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ ലൂക്ക് അവിടെ ചെന്ന് ജോൺസിയോട് പോകാൻ വേണ്ടി കുറേ പ്രാവശ്യം പറയും. പക്ഷേ ജോൺസി എന്തോ പോകാതെ വീണ്ടും അകത്തോട്ട് കയറാൻ വേണ്ടി ഇരിക്കും. കാരണം ഇവന്മാർ അവിടെ എന്തോ വലിയ കഞ്ചാവടിയാണെന്നോട്ട്. അന്നേരമാണ് സഹി കേട്ടിട്ട് ജസ്റ്റിൻ ഇറങ്ങി ചെല്ലുന്നത്. ഏതായാലും വന്നാൽ അകത്തോട്ട് വരാൻ പറയും. പക്ഷേ ജസ്റ്റിനെ കാണുമ്പോൾ തന്നെ ജോൺസിക്ക് ചെറിയൊരു പേടി തോന്നും, എന്തോ ഒരു ഡൗട്ട് അടിക്കും. ഉടനെ ജോൺസി അവിടെ നിന്ന് പോകാൻ തുടങ്ങും. പക്ഷേ ഈ പ്രാവശ്യം ജസ്റ്റിൻ വിടാതെ ഇരിക്കും. ജസ്റ്റിൻ കയറി അവനെ പിടിക്കും. അങ്ങനെ സെൽഫ് ഡിഫെൻസായിട്ട് ജോൺസ് ജസ്റ്റിൻ്റെ കണ്ണിലേക്ക് ഒരു സാധനം ചീറ്റിക്കും. അങ്ങനെ ജസ്റ്റിൻ അവിടെ കണ്ണ് കാണാതെ നിന്ന് വിറയ്ക്കും. ഈ സമയത്ത് ജോൺസ് കൂടി രക്ഷപ്പെടാൻ നോക്കും. ഇതേ സമയം ക്യാബിൻ്റെ അകത്തുണ്ടെങ്കിൽ ഗമ വീണ്ടും ശ്രമിക്കുമായിരുന്നു ആ ഡ്രോയർ തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. അവളങ്ങനെ വീണ്ടും ചെയർ പുറകോട്ട് വലിക്കുമ്പോൾ അവൾ താഴെ വീഴും. പക്ഷേ ഈ സമയം ആ ഡ്രോയറും കൂടെ താഴെ വീഴും. അതേതായാലും അവൾക്ക് ലക്കായിട്ട് അവൾ പതിയെ അവിടുന്ന് ഒരു സാധനം എടുത്ത് അവളുടെ കയറെല്ലാം മുറിക്കാൻ നോക്കും. ഇതേ സമയം വെളിയിലാണ് ജോൺസി അവനും കൂടെ നല്ല ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടേക്കുവാണ്. അപ്പോൾ ലൂക്കിൻ്റെ കയ്യിൽ ഒരു ആയുധം ഇരിപ്പുണ്ട്. ലൂക്ക് എങ്ങനെയും ജസ്റ്റിനെ അത് വെച്ച് ഇടിച്ച് വീഴ്ത്താൻ നോക്കും. പക്ഷേ അവന് പേടിയായതുകൊണ്ട് അവൻ അവിടെ നിൽക്കും. അങ്ങനെ ഇവൻ മിലിറ്ററി തന്നെ ആയതുകൊണ്ട് ഇവൻ തന്നെ ഏറ്റവും അവസാനം വിജയിക്കും.
ജോൺസി അടി കൊണ്ട് താഴെ വീഴും. അതിനുശേഷം അവൻ ലൂക്കിനോട് പറയും അവനെ വെടിവെച്ച് കൊല്ലാൻ പറയും. അങ്ങനെ വേറെ വഴിയില്ലാത്ത ലൂക്ക് ജോൺസിയെ കൊല്ലേണ്ടി വരും. ഇതേ സമയം ഗമ പതിയെ കയറായിരിക്കും. അപ്പം തന്നെ എലനോർ ഗമയോട് പറയും ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടും, എന്നിട്ട് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ. അങ്ങനെ ഗമ ജനൽ വഴി ഇറങ്ങി ഓടും. ഗമ പോയ ശേഷം പോൾ എലനോറിനോട് ചോദിക്കും എലനോർ വല്ലതാണോ ആ പോസ്റ്റ് കാർഡ് അയച്ചത്. അപ്പോൾ എലനോർ പറയും അല്ലെന്ന് പറയും. എലനോർ തിരിച്ച് പോളിനോട് ചോദിക്കും, പോളും അതല്ലെന്ന് പറയും. അങ്ങനെ ഇതേ സമയം തന്നെ എലനോറും പതിയെ അവളുടെ കൈ ഫ്രീ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ജസ്റ്റിൻ മറ്റേ ജോൺസിയുടെ ശവമായിട്ട് അകത്തോട്ട് കയറി വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഗമേനെ കാണാത്തതുകൊണ്ട് ജസ്റ്റിൻ ഗമേനെ അന്വേഷിച്ച് ഇറങ്ങുവാന്നും ലൂക്കിൻ്റെ തൂക്കം എടുത്തിട്ട് അവരെ രണ്ടുപേരും രക്ഷപ്പെടാൻ നോക്കണമെന്നും പറയും. ഇതേ സമയം ഗമ ഓടി ഫെലിക്സിൻ്റെ ആ വലിയ കൊട്ടാരത്തിലെത്തിയായിരുന്നു. അങ്ങനെ അവളുടെ അകത്ത് കയറുമ്പോഴാണ് അവൾ വലിയൊരു ടിസ്റ്റ് മനസ്സിലാക്കുന്നത്. കാരണം ഫെലിക്സ് ഇന്നും ജീവനോടെ ഇരിപ്പുണ്ടെന്ന്. ഫെലിക്സ് ആണെങ്കിൽ വയ്യാത്ത അവസ്ഥയിൽ തളർന്ന് കിടക്കുവാണ്. അവൻ്റെ തൊട്ടടുത്തൊരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ക്യാബിനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും CCTV കൂടെ ഫെലിക്സ് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഫെലിക്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വൃദ്ധൻ കയറി വരുന്നതും. വൃദ്ധൻ അവളോട് പറയും സൂയിസൈഡ് അറ്റംപ്റ്റ് ഫെയിൽഡ് ആയതുകൊണ്ടാണ് ഫെലിക്സിന് ഈ അവസ്ഥ വന്നതെന്ന്. അങ്ങനെ ആ വൃദ്ധൻ കയ്യിലുള്ള തോക്കെടുത്ത് ഗമനെ വെടിവെച്ചിടാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഗമ അവിടെ ഇരിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് ഫെലിക്സിൻ്റെ കഴുത്തിൽ വെച്ച് അവനെ കൊല്ലുമെന്ന് പറയുന്നത്. അങ്ങനെ മറ്റു വഴിയില്ലാതെ വൃദ്ധൻ വെളിയിലേക്ക് പോകും. പക്ഷേ പുള്ളി ആ വെളിയിൽ ഒളിച്ച് നിൽക്കും. അങ്ങനെ ഗമ വെളിയിലേക്ക് ഇറങ്ങുന്നവരാണ് പുള്ളി പെട്ടെന്ന് തോക്കുമായിട്ട് അവളുടെ മുന്നിലേക്ക് വരുന്നതും. അവർ തമ്മിൽ ചെറിയ അടിപിടി ഉണ്ടായി. ഏറ്റവും അവസാനം ഗമ പുള്ളിയെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലും. അത് കഴിഞ്ഞാണ് ജസ്റ്റിൻ അങ്ങോട്ട് ഇടിച്ച് കയറി വന്ന് ഗമേനെ കയറി പിടിക്കുന്നത്. അതിൻ്റെ ശേഷം ഗമേനെ വലിച്ചഴച്ചുകൊണ്ട് പോയി ഫെലിക്സിൻ്റെ മുന്നിലിട്ട് അവളുടെ കഴുത്തൊടിച്ച് കൊല്ലും. ഇതേ സമയം ക്യാബിൻ്റെ അകത്ത് വെച്ച് ലൂക്കിനോട് അവരെ രണ്ടുപേരെ അഴിച്ചു വിടാൻ വേണ്ടി എലനോർ പറയുമായിരുന്നു. പക്ഷേ ലൂക്ക് അങ്ങനെ ചെയ്യാൻ പേടിയായിട്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലൂക്ക് പറയും ഇപ്പോൾ ജോൺസിയെ കൊന്ന കേസും കൂടെ ഉള്ളതുകൊണ്ട് ജസ്റ്റിന് മാത്രമേ അവനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് എലനോറിനൊരു ഡൗട്ട് വന്നത് ആ പോസ്റ്റ് കാർഡ് അയച്ച ലൂക്ക് തന്നെയാണെന്ന്. അപ്പോൾ എലനോർ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം ലൂക്ക് സമ്മതിക്കും അവൻ തന്നെ അയച്ചത്, അവൻ പ്രാങ്കിന് വേണ്ടി ചെയ്താൽ പക്ഷേ ഉടനെ ഇങ്ങനെ സൂയിസൈഡ് ആകുമെന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചില്ലെന്ന് പറയും. അതിനുശേഷം പോൾ അവിടെ കിടന്ന് കരഞ്ഞ് അപേക്ഷിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഒന്ന് അഴിച്ചു വിട്, അവന് ഭയങ്കരമായിട്ടുള്ള വേദന എടുക്കുന്നുണ്ട്, കാരണം അവന് വെടിയേറ്റ് കാലും കൈയും എല്ലാം പോയിരിക്കുകയാണ്. എന്നാൽ ലൂക്കാണ് നേരെ പോകുന്നത് ക്രിസിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ചത്ത് കിടക്കുന്ന ക്രിസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഡ്രഗ്സ് എടുത്ത് അവൻ യൂസ് ചെയ്യും. അതിനുശേഷം അവൻ അതേ ഡ്രഗ്സ് കൊണ്ട് പോളിനും കൊടുക്കും ആ വേദനയെല്ലാം പോകാൻ വേണ്ടി. അന്നേരമാണ് എലനൂർ പറയുന്നത് അവൾക്കും കൊടുക്കാൻ പറയും. അങ്ങനെ അവൾക്ക് ഡ്രഗ് കൊടുക്കാൻ വേണ്ടി ഒരു വിരൽ ഡ്രഗുമായിട്ട് വരുമ്പോഴാണ് അവൾ ചാടിക്കയറി അവൻ്റെ കയ്യിലെ വിരലങ്ങ് കടിച്ച് പറിക്കും. ഉടനെ ലൂക്ക് ദേഷ്യം വന്നിട്ട് അവളെ കയറി അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ അവളുടെ ചെറുതായിട്ട് ലൂസായിട്ടിരുന്ന ആ കൈ അഴിഞ്ഞിട്ട് രണ്ട് കൈയും അവൾക്ക് ഫ്രീ ആവും. അങ്ങനെ എലനൂർ സർവ്വശക്തി എടുത്ത് ലൂക്കിനെ തിരിച്ചൊരു തള്ളു തള്ളും. ലൂക്ക് ബാലൻസ് ഇല്ലാതെ ചെല്ലി വീഴുന്ന ഒരു മുന്നിലേക്കാണ്. അവിടെ വെച്ച് തന്നെ ലൂക്ക് മരിക്കും. അങ്ങനെ എലനൂർ പോളുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു ഗണ്ണ് എടുക്കും. പെട്ടെന്നാണ് ജസ്റ്റിൻ അതിൻ്റെ അതോട്ട് കയറി വരുന്നതും ഇവളവൻ്റെ ഷോൾഡറിലേക്ക് വെടിവെക്കുന്നതും. അത് കഴിഞ്ഞ് ജസ്റ്റിൻ ഇവളും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കും. ജസ്റ്റിനാണ് ഇവളെ കുറേ കുത്തുകൂത്തും. അങ്ങനെ ഒരു വിധത്തിൽ ഇവളാണെങ്കിൽ ആ ബാറ്ററി ആസിഡ് എടുത്ത് ജസ്റ്റിനെ മുഖത്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ ഇവളെ ജസ്റ്റിനെ കെട്ടിയിടും. ജസ്റ്റിനാണെങ്കിൽ ക്യാമ്പിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഫെലിക്സിനെയും കൂട്ടിയായിരുന്നു വന്നത്. അതുപോലെ തന്നെ ഗമയുടെ ബോഡി ആ വണ്ടിക്കകത്തുണ്ട്. അങ്ങനെ എലനോർ ഫെലിക്സിനെയും ജസ്റ്റിനെയും അവിടെ തന്നെ ഇരുത്തിയിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി ക്യാബിൻ്റെ അകത്തിരിക്കും. ഇതേ സമയം പോളാണെങ്കിൽ കാറിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എലനോർ എല്ലാ സത്യവും പറഞ്ഞു തുടങ്ങും. എലനോർ പറയും ഫെലിക്സ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താനുള്ള യഥാർത്ഥ കാരണം ആ പോസ്റ്റ് കാർഡ് അല്ലെന്നും അതിന് പകരം ഇവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ജസ്റ്റിന് അറിയുമെന്നുള്ള പേടി കൊണ്ടാണെന്നും. അത് കഴിഞ്ഞാണ് അന്ന് പാർട്ടി നടന്ന യഥാർത്ഥ സംഭവങ്ങൾ കാണിക്കുന്നത്. ശരിക്കും രണ്ടാമത് ഫെലിക്സിനെ ആശ്വസിക്കാൻ വന്നത് എലനൂറായിരുന്നു. അതിനുശേഷം എലനൂർ ഫെലിക്സിനെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി അവിടെ വെച്ച് ഫെലിക്സിനെ മോട്ടിവേറ്റ് ചെയ്ത് പോളിനെ വേറൊരു രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും. അതല്ല എലനൂർ ഫോണിൽ പകർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പോൾ ഇടയ്ക്ക് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ അവിടെ ഫെലിക്സിനെ കണ്ട കാര്യം പറഞ്ഞത്. അങ്ങനെ ഫെലിക്സ് പോളിനോട് ചെയ്തൊക്കെ എലനൂർ ജസ്റ്റിന് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് എലനോർ ജസ്റ്റിനോട് പറയും അവളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം അവളുടെ അച്ഛൻ്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് കടം കയറി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെലിക്സിനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുമെന്ന് ഓർത്തായിരുന്നു. അങ്ങനെ ജസ്റ്റിൻ സത്യമെല്ലാം മനസ്സിലാക്കി ഫെലിക്സിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പിടികിട്ടി. എലനോർ അവിടെ നിന്ന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്രനേഡ് കൊണ്ട് ഫെലിക്സിൻ്റെ കയ്യിലേക്ക് വെക്കും. കാരണം ഫെലിക്സിൻ്റെ കൈ മാത്രമാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എലനോർ പോളിൻ്റെയും ഗമയുടെ ബോഡിയുമായിട്ട് കാർ ഓടിച്ചു പോകും. ഇതേസമയം ഫെലിക്സിൻ്റെ വിരൽ അനങ്ങി ആ ഗ്രനേഡ് പൊട്ടി രണ്ടുപേരും അവിടെ തന്നെ മരിക്കും. അങ്ങനെ എലനോറും പോളും മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലുള്ള റീക്കേപ്പ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജോണറിലെ പടങ്ങളാണ് റീക്കേപ്പ് ചെയ്യാൻ ഇഷ്ടമെന്നും അതുപോലെ റീക്കേപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള 2-3 പടങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.